പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കരുത്. അപ്പം രാവിലെ റോജി അമ്പലത്തിൽ പോയിരുന്നു? ഞാൻ പോയിരുന്നു. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന അമ്പലത്തിൽ ഞാൻ പ്രാർത്ഥിക്കാറില്ല. അപ്പൊ ഒരു മനുഷ്യൻ സാധാരണ പള്ളികളിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? രേഷ്മ രാവിലെ എണീറ്റിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ എന്റെ ലൈഫ് നല്ലതാവണം, ഇന്നത്തെ ദിവസം നല്ലതാവണം, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം അനുസരിച്ചിരിക്കും. ഇന്നത്തെ ദിവസം ദൈവമായിട്ട് എന്താ ബന്ധം? അല്ല, നമ്മള് ഓൾറെഡി ഒരു പാപമോചനം എടുക്കുന്ന പോലെ ദൈവം പാപം ചെയ്ത ആളുകളോട് പോയിട്ട് പശ്ചാത്തപിക്കണം, ദൈവത്തോട് അല്ലാതെ പാപമോചനം ചോദിക്കണ്ടേ? രേഷ്മ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രേഷ്മ അവരുടെ അടുത്ത് പോയി ചോദിക്കണം, ദൈവമായിട്ട് എന്താ ബന്ധം? പക്ഷെ നമുക്കൊരു ഇമോഷണലി കുറച്ചുകൂടി ആ ഒരു ആശ്വാസം. കാരണം എന്താ? ദൈവമാണോ കാരണം? തീർച്ചയായിട്ടും. രണ്ട് കാലും ഒരു തലയിൽ വന്നിരിക്കുന്നത് പണിയെടുത്ത് ജീവിക്കാനാണ്, അല്ല ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാനല്ല. ഈ ഡിപ്പെൻഡൻസി എവിടെ നിന്ന് വന്നു അറിയാമോ? ചെറുപ്പത്തിൽ നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് നമ്മൾ കരഞ്ഞ് കാര്യങ്ങൾ സാധിച്ച് നമ്മൾ പഠിച്ചു. അങ്ങനെ ഇപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയും നമ്മുടെ സ്പിരിച്വാലിറ്റിയും ഈ പറയുന്ന വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു, രേഷ്മയോട് പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ദൈവം ഇപ്പം നടത്തി തരുന്നു. ആ സമയം കൊണ്ട് സ്വന്തം ബോധത്തെ വളർത്തുക, സ്വന്തം കോൺഫിഡൻസിനെ വളർത്തുക, എന്നിൽ എന്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക, എൻ്റെ കഴിവുകേടുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ആദ്യം നമ്മളെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ള മേഖലയാണ് സ്പിരിച്വാലിറ്റി. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റഡ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നല്ല ഭർത്താവ്, നല്ല കാമുകൻ, നല്ല അച്ഛൻ, അമ്മ, ജോലി, സമ്പാദ്യം, സാമ്പത്തികം, ഇതെല്ലാം നമ്മുടെ എക്സ്പെക്റ്റേഷനാണ്. ഇതെല്ലാം മറ്റൊരാൾ തരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ കഴിവാണ്, നമ്മുടെ കോൺഫിഡൻസാണ്. ദൈവം നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് അതിനുള്ള എല്ലാ സാധനവും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഈശ്വരൻ നമുക്ക് തരുന്ന ഒരേ ഒരു വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ രേഷ്മ ജീവനോടെ എഴുന്നേറ്റു. ഇതാണ് ഈശ്വരന്റെ പോസിറ്റീവായ അനുഗ്രഹം എന്ന് പറയുന്നത്. അതിന്റെ അപ്പത്തിന് ഒന്നുമില്ല. അപ്പൊ ഈ എല്ലാവരും എന്തിനാ അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളികളിൽ പോകേണ്ട ഒരു ആവശ്യം? അവർക്ക് അവരെ വിശ്വാസമില്ലാത്തതുകൊണ്ട്. വിശ്വാസമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ്? അല്ല, ദൈവത്തോട് ഇഷ്ടമുള്ള ഒരു അമ്പലത്തിൽ പോകാറില്ല. ദൈവം അമ്പലത്തിലാണ് ഇരിക്കുന്നത്. അല്ല, നമ്മളിപ്പം അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, അവിടെ ഒരു വിഗ്രഹം ഉണ്ട്. അപ്പൊ ആ വിഗ്രഹത്തിന് ദൈവമില്ലെന്നോ? വിഗ്രഹമാണോ ദൈവം? ആ വിഗ്രഹം നമ്മള് സാങ്കല്പികമായിട്ടും പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നത്. വീട്ടിലിരുന്ന് സങ്കല്പിച്ചൂടാ? അല്ല, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്പലത്തിൽ പോവുക, അവിടെ ചെന്നിട്ട് നല്ല കാര്യം. അവിടെ പോയിരിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരാം. പ്രാർത്ഥിക്കുന്ന എന്തിനാ? നമുക്ക് നമ്മളെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, നമ്മുടെ കഴിവിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഡിപ്പെൻഡഡ് ആവുക. നമ്മൾ ഡിപ്പെൻഡഡ് ആകുമ്പോൾ എന്ത് പറ്റും? അതായത് രാവിലെ ഞാൻ പരീക്ഷ എഴുതാൻ സമയത്ത് ഞാൻ ചെല്ലുക, ദൈവമേ എനിക്ക് പരീക്ഷ ജയിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം. ഇത് ദൈവത്തിൻ്റെ ജോലിയല്ല നിങ്ങൾക്ക് ജോലി കിട്ടാന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രേഷ്മയ്ക്ക് കഴിവുണ്ടോ? രേഷ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടോ? രേഷ്മയ്ക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ജോലി കിട്ടും.